بسم الله الرحمن الرحيم. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1221 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ 65 മുതൽ 67 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. صدق الله العلي العظيم. സൂറത്തുൽ ഫുർഖാനിലെ 65 മുതൽ 67 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ പ്രപഞ്ചനാഥന് വിധേയപ്പെട്ട് ജീവിക്കുന്ന അവന്റെ അടിയാറുകൾ, അവരുടെ പ്രത്യേകതകളാണ് സൂറത്തുൽ ഫുർഖാനിലെ 63-ാമത്തെ ആയത്ത് മുതൽ അതിന്റെ അവസാന ഭാഗം വരെയുള്ളത് വിവരിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ ഭാഗത്തിലെ ആദ്യത്തെ ആയത്തുകളിൽ 1-2 ആയത്തുകൾ നമ്മൾ പഠന വിധേയമാക്കുകയും ചെയ്തു. അവിടെ ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് അവരുടെ ഈ ഇബാദുർ റഹ്മാൻ എന്ന വിധത്തിൽ യഥാർത്ഥ കാരുണ്യവാനായ റബ്ബിന്റെ യഥാർത്ഥ അടിയാറുകളുടെ പ്രത്യക്ഷ ലക്ഷണം യംശൂന അലൽ അർദി ഹൗന, ഭൂമുഖത്തോട് അവര് വിനയവും എളിമയും ഉള്ളവരായിട്ട് ചലിക്കുന്നവരാണ്, നടന്നു നീങ്ങുന്നവരാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. അതേപോലെ തന്നെ അവിവേകികളായ ആളുകളോട് ബുദ്ധിശൂന്യതയും മടയത്തരവും കാണിച്ചുകൊണ്ട് ധിക്കാരപരമായി പെരുമാറുന്ന, അല്ലെങ്കിൽ ആ വിധത്തിൽ സംസാരിക്കുന്ന തരം ആളുകളോട്, അവിവേകപൂർവമായിട്ട് സംസാരിക്കുന്ന ആളുകളോട് ഇവര് ദീർഘിച്ച സംസാരത്തിനൊന്നും സന്നദ്ധരാവുകയില്ല. അവര് വേഗം സംസാരം മതിയാക്കി സലാം പറഞ്ഞ് അവരോട് പിരിയും. അതുപോലെ അവരുടെ സ്വകാര്യ ജീവിതം എന്ന് പറയുന്ന, വിശേഷിച്ച് രാത്രി നേരത്തെ അവര് തങ്ങളുടെ രക്ഷിതാവിനോട് ഉള്ള പ്രാർത്ഥനയിൽ സുജൂദിലും അതുപോലെ ദീർഘമായി നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ തിലാവത്ത് ചെയ്തുകൊണ്ടുള്ള നമസ്കാരത്തിലൊക്കെ ആയിരിക്കും അവര് രാത്രി കൂടുതലായിട്ടും കഴിച്ചു കൂട്ടുക. ഈ കാര്യമാണ് നമ്മൾ ഇന്നലെ വായിച്ച ആയത്തുകളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. ഇബാദുർ റഹ്മാന്റെ പ്രത്യക്ഷമായതും അവരുടെ സ്വകാര്യതയിലുള്ളതുമായ പ്രത്യേകതകൾ. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് പകൽ നേരങ്ങളിൽ അവരെ വിനയമുള്ളവരായും അവിവേകികളിൽ നിന്ന് മാറി നിൽക്കുന്നവരായിട്ടൊക്കെ കാണാൻ സാധിക്കും. വിനയമുള്ളവരായിട്ടാണ് അവർ നടക്കുക. സംസാരിക്കേണ്ടി വരുമ്പോ കാര്യങ്ങളെ ഗൗരവത്തിൽ മനസ്സിലാക്കി സംസാരിക്കുന്ന, ബുദ്ധിപൂർവകമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളോട് അവർ സംസാരിക്കും.
അവിവേകപരമായിട്ട് സംസാരിക്കുന്ന ആളുകളോട് നയപരമായിട്ട് വല്ലതൊക്കെ പറഞ്ഞ് സലാം പറഞ്ഞ് പിരിയും. ഇതാണ് ഇവരുടെ രീതി. അപ്പോ ഈ ആളുകള് പക്ഷെ അവരുടെ രാവുകൾ ജീവസുറ്റതാക്കി മാറ്റുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്തിലാണ്. നമസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ റുക്നുകളായ നിന്ന് തിലാവത്ത് ചെയ്യലും അതുപോലെ സാഷ്ടാംഗം നിർവഹിക്കലും ഒക്കെ ഈ കാര്യങ്ങളിലാണ് അവര് കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിരതരായിട്ട് അവർ കഴിയും. വല്ലദീന യഖൂലൂന, അവര് പ്രാർത്ഥന ചെയ്യുന്നവരാണ്, വിനയമുള്ളവരാണ് എന്നതിന്റെ ഒക്കെ പേരിൽ ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവരല്ല. അവര് നിരന്തരം പാപമോചനം തേടിക്കൊണ്ടിരിക്കും അള്ളാഹുവിന്റെ അടുക്കലേക്ക്. ദൈവിക ശിക്ഷ തങ്ങളിൽ നിന്ന് തിരിച്ചുവിടണേ, ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ ഞങ്ങളുടെ കാര്യത്തിൽ നീ സംജാതമാക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അവർ. ചരിത്രത്തിലൊരു കൂട്ടരെ പറ്റി വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അവര് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണ്. നഹ്നു അബ്നാഉല്ലാഹ് വ അഹിബ്ബാഉ, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണ്, ഞങ്ങൾ ഒരിക്കലും തന്നെ നരകത്തിലെത്തുകയില്ല, നരകം ഞങ്ങളെ സ്പർശിക്കുകയില്ല എന്നൊക്കെയുള്ള ധാർഷ്ട്യത്തിന്റെയും അതുപോലെ തന്നെ താൻപോരിമയുടെയും സംസാരമാണ് അവർ നടത്തിയിരുന്നത്. ബനൂ ഇസ്രായേൽ സമൂഹം, വിശേഷിച്ച് അവരിലെ ധിക്കാരികളായ മൂസ അലൈഹി ഇസ്ലാമിന്റെ മാർഗം വിട്ട് ധിക്കാരത്തിന്റെയും അനുസരണക്കേടിന്റെയും വഴിയിലേക്ക് നീങ്ങിയ ആളുകളുടെ ഒരു അവകാശവാദമായിരുന്നു യഥാർത്ഥത്തിൽ ഇത്. ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, അവന് വേണ്ടപ്പെട്ടവരാണ്, ഞങ്ങൾ ബനൂ ഇസ്രായേലാണ് എന്ന് പറയുന്നത് തന്നെ അവർ യഥാർത്ഥത്തില് ആ ഒരു അവകാശവാദം അടങ്ങിയ വിധത്തിലാണ്. ഇസ്രായേൽ എന്നത് അള്ളാഹുവിനേറെ പ്രിയങ്കരനായിരുന്ന പ്രവാചകൻ യാക്കൂബ് അലൈഹി ഇസ്ലാമാണ്. അപ്പോ യാക്കൂബ് അലൈഹി ഇസ്ലാം അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ മക്കളും പിന്മുറക്കാരും ഒക്കെയായ ഞങ്ങള്, ഇസ്രായേലിന്റെ മക്കൾ, അള്ളാഹുവിന് സ്വാഭാവികമായിട്ടും പ്രിയപ്പെട്ടവര് തന്നെയാണ് എന്ന ഒരു നിലപാടിലാണ് അവരുണ്ടായിരുന്നത്. ആ ഒരു മനസ്ഥിതിയോടുകൂടിയാണ് അവർ സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അള്ളാഹു തന്റെ നിലപാട് കുടുംബം നോക്കിയോ ഗോത്രം നോക്കിയോ പ്രപിതാക്കന്മാർ ആരൊക്കെയാണെന്ന് നോക്കിയിട്ടോ ഒന്നുമല്ല ആരോടും സ്വീകരിക്കുന്നത്. ഓരോരുത്തരുടെയും ജീവിതം വിലയിരുത്തിക്കൊണ്ട് അവരുടെ കർമ്മ തലം വിശദമായി പരിശോധിച്ചുകൊണ്ടാണ് അവരുടെ രക്ഷാ ശിക്ഷകൾ തീരുമാനിക്കപ്പെടുന്നത് എന്നതാണ് പടച്ചതമ്പുരാന്റെ അടുക്കലുള്ള മാനദണ്ഡം. എന്നാൽ ഇങ്ങനെ കരുതുന്ന ആളുകളുണ്ട്. ഈ ആളുകളുടെ ഒരു മനസ്ഥിതി ആയിരിക്കുകയില്ല ഇബാദുർ റഹ്മാൻ ഉണ്ടാവുക. അവര് എളിമയോടുകൂടി നടന്നു നീങ്ങുന്നവരാകും. അവിവേകികളോട് സംസാരിക്കാൻ സന്ദർഭം ഉണ്ടാവുമ്പോ പരിമിതമായി മാത്രം സംസാരിച്ച് വേഗം സലാം പറഞ്ഞ് അവരോട് പിരിഞ്ഞു പോകും. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുള്ള ഈ ആളുകള് രാത്രി നേരങ്ങളിൽ സുജൂദിലും ഖിയാമിലും ഒക്കെ ആയിട്ട് ദീർഘനേരം കഴിച്ചു കൂട്ടും അള്ളാഹുവിനുള്ള ഇബാദത്തിലായിട്ട്. ഇത് ഇബാദുർ റഹ്മാന്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഈ ആളുകള് അവരുടെ വേറൊരു പ്രത്യേകതയാണ് ഇന്ന് നമ്മൾ വായിച്ച ആയത്തില് തുടക്കത്തിൽ പറയുന്നത്. അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്താണ് അവരുടെ പ്രാർത്ഥന? വല്ലദീന യഖൂലൂന, അവരുടെ പ്രാർത്ഥനയിൽ അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്: റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, ഞങ്ങളുടെ നാഥ ജഹന്നമിന്റെ ശിക്ഷയിൽ നിന്ന്, അല്ലെങ്കിൽ ജഹന്നമിന്റെ ശിക്ഷ ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയണമേ എന്നാണ്. നരകത്തെ തൊട്ട് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം.
ആ ശിക്ഷ നേരിടാൻ ശാരീരികമായോ മാനസികമായോ കഴിവുള്ളവരല്ല ഞങ്ങൾ. അത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. നരകശിക്ഷ ഞങ്ങളിൽ നിന്ന് തിരിച്ചു വിടണമേ എന്നാണ് അവര് പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന അദാബഹ കാന ഗറാമ, നിശ്ചയമായിട്ടും ആ ശിക്ഷ എന്ന് പറയുന്നത്, നരകത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അവസാനിക്കാത്ത, വേർപെടുത്താൻ കഴിയാത്ത, വിട്ടുമാറാത്ത ശിക്ഷയാണ്. അതാണ് ഏറ്റവും ലാസ്റ്റിംഗ് ആയ, അനന്തമായി നീണ്ടുപോകുന്ന ശിക്ഷയാണ് നരകത്തിന്റെ ശിക്ഷ. ഇന്ന അദാബഹ കാന ഗറാമ, അത് ഏറ്റവും ദുരിതപൂർണമായ ശിക്ഷയാണെന്ന് മാത്രമല്ല, അതിൽ നിന്നൊരു മുക്തി ലഭിക്കാനുമില്ല. അത് വിട്ടുമാറാത്ത, എന്നെന്നും നമ്മളോടൊപ്പം നമ്മൾ അനുഭവിക്കേണ്ട വിധത്തില് ഉള്ള ഒരു ശിക്ഷയാണ്. ആ ശിക്ഷ എന്ന് പറഞ്ഞ നരകശിക്ഷയുടെ സ്വഭാവം എന്താണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ മുക്തരാക്കണമേ, നരകശിക്ഷ ഞങ്ങളിൽ നിന്ന് നീ തിരിച്ചു വിടണമേ എന്ന് അവർ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന അദാബഹ കാന ഗറാമ, അത് വിട്ടുമാറാത്ത, വേർപ്പെടുത്തി അടർത്തി മാറ്റാൻ പറ്റാത്ത വിധത്തിലുള്ള ശിക്ഷയാണല്ലോ. അതുകൊണ്ട് ആ നരകശിക്ഷ ഞങ്ങളിൽ നിന്ന് നീ തിരിച്ചുവിടണമേ എന്നാണ് അവര് നിരന്തരം പ്രാർത്ഥിക്കുക. ഒരു വിവരണം കൂടി നരകത്തെ കുറിച്ച് അവർ നൽകുന്നുണ്ട്. ഇന്നഹ സാഅത്ത് മുസ്തഖറം വ മുഖാമ, ഏറ്റവും മോശമായ ഒരു സങ്കേതവും വിശ്രമഗേഹവും ഒക്കെയാണ് നരകം എന്ന് പറയുന്നത്, ജഹന്നം എന്ന് പറയുന്നത്. ഇന്നഹ, നിശ്ചയമായിട്ടും ആ നരകം, സാഅത്ത്, വളരെ ദുഷിച്ചതാണ്. ഏത് കാര്യത്തിലാണ്? മുസ്തഖറൻ, ഒരു സങ്കേതം എന്ന നിലക്ക്, നമുക്ക് ചെന്ന് വിശ്രമിക്കാനോ ചെന്ന് ചേരാനോ ഒക്കെ പറ്റിയ ഒരു സങ്കേതം എന്നുള്ള നിലക്ക് ഏറ്റവും ദുഷിച്ചതാണത്. അതുപോലെ മുഖാമ, നമുക്കുള്ള ഒരു വിശ്രമഗേഹം എന്നുള്ള നിലക്കും ഏറ്റവും അനുചിതമായ, ഏറ്റവും ദുഷിച്ച ഒരു വിശ്രമഗേഹവുമാണ് നരകം. ആ നരകത്തിൽ നിന്ന്, ആ നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങൾക്ക് നീ മുക്തി നൽകണമേ. ആ നരകവും നരകത്തിന്റെ ശിക്ഷയും ഞങ്ങളിൽ നിന്ന്, അത് ഞങ്ങളെ ബാധിക്കുന്ന വിധത്തിൽ സംഭവിക്കുന്നതിൽ നിന്ന് നീ തിരിച്ചു വിടണമേ എന്നാണ് ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലദീന ഇദാ അൻഫഖു, ഇനി ഈ കൂട്ടരുടെ, ഇബാദുർ റഹ്മാന്റെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം അല്ലാഹു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അവരുടെ സ്വഭാവം, സാമ്പത്തികമായ നിലപാടുകൾ എന്തൊക്കെയാണ് അവരുടേത്. വല്ലദീന ഇദാ അൻഫഖു, അവര് ചെലവഴിക്കുന്നുവെങ്കിൽ, ധനം സമ്പത്തും ഒക്കെ ചെലവഴിക്കുമ്പോ, ലം യുസ്രിഫു, അവര് ധൂർത്ത് കാണിക്കില്ല. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ധൂർത്താണ്. ആവശ്യത്തിലേറെ ധനം ചെലവഴിക്കുന്നത് ഏത് വിഷയത്തിലാണെങ്കിലും, ഏത് കാര്യത്തിനാണെങ്കിലും ആവശ്യത്തിലേറെ, യാതൊരു കയ്യും കണക്കും ഇല്ലാത്ത വിധത്തിൽ ധനം ചെലവഴിക്കുന്നവരെല്ലാവരും. അതുപോലെ വലം യഖ്തുറു, അങ്ങേയറ്റത്തിൽ ലുബ്ധ് കാണിക്കുന്നവരുമല്ല അവർ. അപ്പോ അമിത ചെലവ് ചെയ്തുകൊണ്ട് ധൂർത്ത് കാണിക്കുന്നവരുമല്ല, വല്ലാത്ത ലുബ്ധോ പിശുക്കോ കാണിച്ചുകൊണ്ട് ജീവിതം അവർക്കും മറ്റുള്ളവർക്കും, അവരെ ആശ്രയിച്ചു കഴിയുന്നവർക്കും ദുസ്സഹമാക്കുന്നവരുമല്ല. അള്ളാഹു മനുഷ്യർക്കായി നൽകിയിട്ടുള്ള വിഭവങ്ങളുടെ കാര്യത്തില് തികഞ്ഞ ഉത്തരവാദിത്വ ബോധം അവർ കാണിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ വിഭവങ്ങൾ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒക്കെയായിട്ട് അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിഭവങ്ങളാണ് ധനത്തിന്റെ അടിത്തറ. സമ്പത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവികമായിട്ട് നൽകപ്പെട്ടിട്ടുള്ള വിഭവങ്ങളാണ്. മൂല്യവത്തായ, വിലയുള്ള, മറ്റുള്ളവർക്ക് ആവശ്യമുള്ള, മനുഷ്യർക്ക്, ഇതിന്റെ ഉടമകൾക്ക് തന്നെയും എല്ലാവർക്കും ആവശ്യമുള്ള വിഭവങ്ങളുടെ, പ്രകൃതി വിഭവങ്ങളുടെയും അതുപോലെയുള്ള മൂല്യവത്തായ സംഗതികളുടെയും ഒരു അടിത്തറയിലാണ്
എല്ലാവരുടെയും സമ്പത്തും വരുമാനവും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം സംഗതികളെ ദുർവ്യയം ചെയ്യുന്നവരെല്ലാവരും തന്നെ. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു 10 കിലോ ഭക്ഷണം ആവശ്യമുള്ളിടത്ത് 15ഉം 20ഉം ആക്കുന്നത് ഇസ്രാഫാണ്. അത് പിന്നെ ശരിയായ ഉപയോഗം അതിനുണ്ടാവില്ല, അത് നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവും. അതേ സമയത്ത് ഭൂമുഖത്ത് പലരും ആ ഭക്ഷണ വിഭവങ്ങളുടെയൊക്കെ ആവശ്യക്കാരായിട്ട് പട്ടിണി അടക്കുന്നവരായിട്ടൊക്കെ ഉണ്ടാവും. ഭൂമുഖത്തേക്ക് മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ആവശ്യമായതാണ് അള്ളാഹു ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിതരണവും ക്രമീകരണവും ഒക്കെ മാത്രമാണ് മനുഷ്യൻ നിർവഹിക്കുന്നത്. മനുഷ്യന്റെ ചുമതലയിൽപ്പെട്ട അതാണ്. ഇപ്പോ നമ്മള് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ വിത്തിറക്കുന്നു, അതിനു വേണ്ട വളച്ചേരുവകളൊക്കെ ചെയ്തു കൊടുക്കുന്നു, മണ്ണിനെ സജ്ജമാക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പണികൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ കൃഷി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളല്ല. വിത്ത് മുളക്കുന്നത് നമ്മളുടെ പ്രയത്നം കൊണ്ടല്ല. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് അള്ളാഹു ഭൂമുഖത്ത് മനുഷ്യർക്കായിട്ട് ജീവജാലങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനമാണ്. ആ സംവിധാനത്തെ ക്രമീകരിച്ച് വേണ്ട വിധത്തിൽ ഫലപ്രദമായ വിധത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ് മനുഷ്യർ ചെയ്യുന്നത്. അക്കാര്യത്തില് വലിയ ഉത്തരവാദിത്വ ബോധം കാണിക്കുന്നവരാണ് ഈ ആളുകൾ, ഇബാദുർ റഹ്മാൻ. അവര് അമിതമായിട്ട് ചെലവഴിക്കുന്നവരല്ല. അതേപോലെ തന്നെ വലം യഖ്തുറു, പിശുക്ക് കാണിക്കുന്നവരും അല്ല. അതിനിടക്കുള്ള ഒരു മാർഗമുണ്ട്. അതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്, വക്കാന ബൈന ദാലിക ഖവാമ. അതിനിടക്കുള്ള ഒരു മിതത്വത്തിന്റെ നിലപാട് സ്വീകരിക്കുന്നവരാണ് അവര് എന്നാണ് ഇവിടെ പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളിലും എല്ലാ ജീവിത സരണികളിലും ഈ രണ്ട് സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. ഭക്ഷണമായാലും വസ്ത്രമായാലും പാർപ്പിടമായാലും വാഹനമായാലും അതുപോലെ വേറെ എന്തെന്ത് ജീവിത സൗകര്യങ്ങളുടെ മേഖലകളിലായാലും മനുഷ്യന് അങ്ങേയറ്റത്തെ ലുബ്ധ കാണിച്ചുകൊണ്ട് ജീവിതം അവർക്കും മറ്റുള്ളവർക്കും ദുസ്സഹമാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അങ്ങേയറ്റത്തെ അമിതവ്യയം ചെയ്തുകൊണ്ട് സമ്പത്ത് നശിപ്പിക്കുകയും അവർക്കും മറ്റുള്ളവർക്കും പ്രയോജനകരമല്ലാതാക്കി മാറ്റാനും സാധിക്കും. ഇസ്രാഫിന്റെ ഒരു ഫലം ദാരിദ്ര്യമാണ്. ഇസ്രാഫ് കാണിക്കുന്നവര് വൈകാത്ത ഭാവിയിൽ തന്നെ ദാരിദ്ര്യത്തിന്റെ പിടിയിൽ അമരുന്നവരായിരിക്കും. ഒരു ഭവിഷ്യത്ത് അതാണ്. മറ്റൊന്ന്, ഇസ്രാഫ് ചെയ്യുന്ന വിഭവങ്ങള് ശരിയായ വിധത്തിൽ അതിന്റെ ആവശ്യം നിർവഹിക്കപ്പെടേണ്ടവരായി ധാരാളം പേര് അത് ലഭിക്കാതെ ഭൂമുഖത്ത് പ്രയാസപ്പെടുമ്പോഴായിരിക്കും ഈ ആളുകള് അമിതവ്യയം ചെയ്തുകൊണ്ട് അത് ദൂർത്ത് ചെയ്യുന്നുണ്ടാവുക. ഭൂമുഖത്ത് ആവശ്യത്തിലേറെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, ആവശ്യത്തിനുള്ളത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുമുണ്ട്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ്, അതിന്റെ വിതരണവും സജ്ജീകരണവും സംവിധാനിക്കലും ഒക്കെയാണ് മനുഷ്യർ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. വേണ്ട വിധത്തിലുള്ള വിതരണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കപ്പെട്ടാല് പട്ടിണി ഉണ്ടാവില്ല, വിഭവശൂന്യത ഉണ്ടാവില്ല, ആളുകൾക്ക് പ്രയാസം നേരിടേണ്ടി വരില്ല. അതിൽ ഇംബാലൻസ് വന്നാൽ പട്ടിണി, ദാരിദ്ര്യം, കഷ്ടപ്പാടും ഒക്കെ വരും. അപ്പൊ ഇസ്രാഫ് ചെയ്താല് ആ ഉടനെ തന്നെ ഇസ്രാഫ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഭൂമുഖത്ത് പലർക്കും വിഭവ ദാരിദ്ര്യം നേരിടേണ്ടി വരുന്നുണ്ടാവും. അതേപോലെ പിന്നീട് ഈ ഇസ്രാഫ് ചെയ്യുന്നവര് തന്നെ അവരുടെ സാമ്പത്തിക ക്രമീകരണങ്ങള് അല്ലെങ്കിൽ അതിനുള്ള ആസൂത്രണം ഫലപ്രദമല്ല എന്നതിനാൽ പിന്നീട് അവർ അനുഭവിക്കേണ്ടി വരുന്നത് ദാരിദ്ര്യവും അതുപോലെയുള്ള അവസ്ഥകളും ഒക്കെ ആയിരിക്കും. അതിന്റെ സ്വാഭാവികമായ ഒരു അനന്തരഫലമാണ്. അത് രണ്ട് ഫലമായാലും അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലെ വിഭവങ്ങളോട് കാണിക്കേണ്ട ശരിയായ ഉത്തരവാദിത്വ ബോധം കാണിക്കാതിരിക്കലാണ്. നമ്മളുടേതാണ്, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ വിളഞ്ഞതാണ് എന്നതൊന്നും വിഭവങ്ങളെ ഉത്തരവാദിത്തരഹിതമായ വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള ന്യായമേ അല്ല. കാശാവും നമ്മുടെ, സമ്പത്തായിരിക്കും നമ്മളുടെ,
വിഭവങ്ങൾ അള്ളാഹു ഉൽപ്പാദിപ്പിച്ചതാണ്. അള്ളാഹു അത് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ്. അത് നമ്മുടെ അഹന്തയോടുകൂടിയുള്ള കൈകാര്യം ചെയ്യല്, ഞാന് കാശ് കൊടുത്ത് വാങ്ങിയതാണ്, എനിക്ക് അതിനൊക്കെ കഴിയും എന്നൊരു നിലപാട് കാണിച്ചുകൊണ്ട് തോന്നിയ വിധത്തിൽ അത് കൈകാര്യം ചെയ്യുന്നത് നിഷിദ്ധമായ ഒരു കാര്യമാണ്, പൈശാചികമാണത്. അത് ഏറ്റവും കുറ്റകരമായ കാര്യങ്ങളിൽ പെട്ടതാണ് എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ധാരാളം ആയത്തുകളും ഹദീസുകളും ഇതിന് പിൻബലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ആളുകളുടെ സാമ്പത്തികമായ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഇതാണ്. വല്ലദീന ഇദാ അൻഫഖു, അവർ ഇൻഫാഖ് ചെയ്യുന്നുവെങ്കിൽ, ഇൻഫാഖ് എന്ന് പറഞ്ഞാൽ ചെലവഴിക്കൽ, സമ്പത്തും വരുമാനവും ഒക്കെ ചെലവഴിക്കുമ്പോൾ ലം യുസ്രിഫു, യാതൊരു വീണ്ടു വിചാരവും ഇല്ലാതെ മുൻപിൻ ആലോചന ഇല്ലാതെ ദൂർത്താക്കി കളയുന്നവര്, അമിത വ്യയം ചെയ്യുന്നവരെല്ലാവരും. ഇസ്രാഫ് പൈശാചികമായ ഒരു പ്രവർത്തനമാണ്, അതിന് പ്രേരിപ്പിക്കുന്ന പിശാചാണ്. അത് അള്ളാഹു അങ്ങനെ ഒരു സംഗതി പ്രേരിപ്പിക്കുന്നേ ഇല്ല. അമിത വ്യയം ചെയ്യുക എന്നത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ, അത് നമ്മുടെ ജീവിത രംഗങ്ങളിലൊക്കെ ഇത് കടന്നു വരണം. വിശേഷിച്ച് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിവാഹം അല്ലെങ്കിൽ ആഘോഷ സന്ദർഭങ്ങള്, ഇങ്ങനെയുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രാഫിന് ധാരാളം സാധ്യതകളുണ്ട്. ആവശ്യത്തിന് ചെലവഴിക്കുന്നത് മിതത്വമുള്ള, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഖവാം എന്ന വിധത്തിലുള്ള ഒരു സംഗതിയാണ്. അത് ഏറ്റവും പ്രശംസനീയമായ ഒരു കാര്യവുമാണ്. അമിതമായിട്ട് ചെലവഴിക്കുന്നത് പൈശാചികമാണ്. അതേപോലെ തന്നെ ലുബ്ധം പൈശാചികമാണ്. പിശുക്ക് കാണിച്ചുകൊണ്ട് ആവശ്യത്തിന് വേണ്ട നമുക്ക് സാധ്യതകൾ ഉണ്ടായിട്ടും അത് വിനിയോഗിക്കാതെ ആവശ്യത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാതിരിക്കുന്നത് അതും പൈശാചികമായ ഒരു നിലപാടാണ്. കാരണം പിശുക്ക് ഓതിത്തരുന്നത്, നമ്മളെ പിശുക്ക് കാണിക്കാൻ ഉപദേശിക്കുന്നത് പിശാചാണ്. സാമ്പത്തിക പ്രയാസങ്ങളെ കുറിച്ച് ഭയപ്പെടുത്തിക്കൊണ്ട് ചെലവ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത് പിശാചാണ്. ഔദ്ധത്യബോധം കാരണമായിട്ടുള്ളതൊക്കെയും ആളുകളെ കാണിക്കാനും നിഗളിപ്പ് കാണിക്കാനും ഒക്കെ വേണ്ടി വലിയ ആളായി ചമയാനൊക്കെ വിനയത്തിന്റെ എല്ലാ ലക്ഷണങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നതും പിശാചാണ്. അപ്പൊ ഇത് രണ്ടും ഇസ്ലാമിന്റെ വഴിയല്ല, ഇബാദുർ റഹ്മാന്റെ ലക്ഷണങ്ങളും അല്ല. ഇബാദുർ റഹ്മാന്റെ ലക്ഷണം ഇവിടെ പറയുന്നത് വക്കാന ബൈന ദാലിക ഖവാമ, അവർ ഈ രണ്ട് എക്സ്ട്രീംസിനും ഇടയിലുള്ള ഒരു മധ്യമ നിലപാടാണ്, ഒരു മിതത്വത്തിന്റെ നിലപാടാണ് അവർ സ്വീകരിക്കുക. ധനം ചെലവഴിക്കുന്ന കാര്യത്തിലായാലും അതുപോലെയുള്ള ഇപ്പം നമ്മള് നിത്യജീവിതത്തിൽ ഓരോ സംഭവങ്ങളുമായിട്ട് അതിനെ ചേർത്ത് വെച്ച് മനസ്സിലാക്കാം. വസ്ത്രധാരണം, അതിൽ കാണിക്കുന്ന മിതത്വം എന്താണ്, അതിൽ കാണിക്കുന്ന ഇസ്രാഫ് എന്താണ്. അതുപോലെ ഭക്ഷണ കാര്യത്തില്, വീട് ഉണ്ടാക്കി താമസിക്കുന്നതില്, അതുപോലെ വാഹനങ്ങളുടെ ഇതിലൊക്കെ തന്നെ പിശുക്കും ഉണ്ടാവും, അതുപോലെ തന്നെ അമിതവ്യയവും ധൂർത്തും ഉണ്ടാവും. മനുഷ്യന് ആവശ്യത്തിന് കഴിഞ്ഞുകൂടാനുള്ള വിഭവങ്ങളും അല്ലെങ്കിൽ വരുമാനമൊക്കെ ഉണ്ടെന്ന് കണ്ടാൽ വളരെ എളുപ്പത്തില് ധൂർത്തിലേക്ക് അല്ലെങ്കിൽ അമിതവ്യയത്തിലേക്ക് അവന് വഴുതി വീഴാനൊക്കെ സാധ്യതയുണ്ട്. പ്രയാസങ്ങൾ വരാനിരിക്കുന്നു എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്ങേയറ്റത്തെ ലുബ്ധ കാണിച്ച് മുകളില് നമുക്ക് വിഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട് എന്നുള്ള ബോധം പോലും ഇല്ലാതെ ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിയാലേ ആവുള്ളൂ എന്നുള്ള നിലക്ക്, ഇത് അള്ളാഹു തന്നതുകൊണ്ടും സൗകര്യപ്പെടുത്തി തന്നുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഈ സമ്പത്തിനോടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരുന്നാൽ അള്ളാഹു തന്നുകൊണ്ടിരിക്കും എന്നൊരു ബോധം ഇല്ലാതെ ഭയങ്കരമായ ലുബ്ധ കാണിച്ച് പിശുക്ക് കാണിച്ച് ഒന്നിനും ചെലവഴിക്കാൻ, ആർക്കും ഒന്നും നൽകാതിരിക്കുന്ന ഒരു നിലപാടൊക്കെ ആയി മാറാനും ഇടയുണ്ട്. എന്നാൽ ഇബാദുർ റഹ്മാൻ ഈ രണ്ട് എക്സ്ട്രീമായ നിലപാടും സ്വീകരിക്കുന്നവരല്ല. അവര് അതിനിടക്ക്
മിതത്വത്തിന്റെ ഒരു വഴി കണ്ടെത്തും. വീട് നിർമ്മാണത്തില്, ഭക്ഷണത്തില്, വസ്ത്രധാരണത്തില്, വാഹനം, ഇങ്ങനെയുള്ള സംഗതികളിലൊക്കെ അവർക്ക് ഒരു മിതത്വത്തിന്റെ ഒരു രീതി, ഒരു വഴി അവര് മനസ്സിലാക്കി ഉണ്ടാക്കിയെടുക്കും. അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും. എല്ലാ കാലഘട്ടത്തിലും മിതത്വം എന്ന് പറഞ്ഞാല് ഒരേ രൂപത്തില് ഒരേ അളവിലാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഓരോ കാലഘട്ടത്തിലും ഇസ്രാഫിന്റെ ചില ചിത്രങ്ങൾ ഉണ്ടാകും, അതുപോലെ പിശുക്കിന്റെ ചില ചിത്രങ്ങളും ഉണ്ടാകും. അതിനിടക്ക് മിതത്വത്തിന്റെ ഒരു വഴിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഓരോരുത്തരും ആ കാലഘട്ടത്തെയും ചുറ്റുപാടുകളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് കണ്ടെത്തുന്ന ഒരു വഴിയാണ് ഈ വക്കാന ബൈന ദാലിക ഖവാമ. ഈ രണ്ട് എക്സ്ട്രീം നിലപാടുകൾക്കും ഇടയിലായിട്ടുള്ള മിതത്വത്തിന്റെ ഒരു പാതയാണ് അവർ സ്വീകരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു നേരം ഒരു മനുഷ്യന് കഴിക്കാവുന്ന ഭക്ഷണത്തിന് അതിന്റെ ക്വാണ്ടിറ്റി എത്രത്തോളാണെന്നുള്ളത് നമുക്കൊരു ധാരണയുണ്ട്. അതിൽ എത്രത്തോളം വൈവിധ്യമുള്ള ഭക്ഷണം ആവശ്യമുണ്ട്, എത്രത്തോളം വിഭവങ്ങൾ ആവശ്യമുണ്ട്, നമുക്ക് ഒരാൾക്കും ഒന്ന് കൈവച്ച് നോക്കാൻ പോലും പറ്റാത്ത അത്രയും വൈവിധ്യമുള്ള ഭക്ഷണങ്ങൾ ഒരുക്കേണ്ടതുണ്ടോ? അതല്ല, ഒരാൾക്ക് ഒരു നേരത്തെ വലിയ സംതൃപ്തി നൽകുന്ന ഭക്ഷണം ഒരുക്കിയാൽ മതിയോ? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. ചില ഫംഗ്ഷനുകളിൽ പങ്കെടുക്കുമ്പോഴേ നമുക്കിത് വല്ലാതെ ഫീൽ ചെയ്യും. അതിഭയങ്കരമായ വിധത്തില് വൈവിധ്യങ്ങളുടെയും അതുപോലെ ധാരാളിത്വത്തിന്റെയും പല പ്രകടനങ്ങളുമായിരിക്കും അവിടെ കാണാൻ സാധിക്കും. അത് ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഗതിയല്ല, ജനങ്ങൾക്കല്ലേ കഴിച്ചോട്ടെ തിന്നോട്ടെ എന്നുള്ളതല്ല, അതൊരു കൾച്ചറാണ്. ആ ധൂർത്തിന്റെ അമിതവ്യയത്തിന്റെ ഒരു കൾച്ചർ തന്നെ ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നില്ല. എന്റെ പണം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കലല്ലേ, നല്ലതല്ലേ എന്നൊക്കെയുള്ള ന്യായങ്ങൾ മനസ്സിൽ തോന്നുന്നുണ്ടാവും. പക്ഷെ നല്ലതല്ലേ എന്നതിനേക്കാളും മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ എന്നതിനേക്കാളും ആവശ്യമുള്ളതാണോ അല്ലേ എന്നതായിരിക്കണം ചോദ്യം. ഒരാൾക്ക് നല്ല സംതൃപ്തി നൽകുന്ന ഭക്ഷണം ആവശ്യമാണ്. ആളുകൾക്ക് ഭയങ്കര ഒരു എന്തൊക്കെയാണ് എന്നുള്ളൊരു തോന്നലുണ്ടാകുന്ന വിധത്തില് അത് ഒരുപാട് വൈവിധ്യങ്ങൾ ഉണ്ടാക്കുകയും അളവ് ഒരുപാട് ഉണ്ടാവുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ധാരാളിത്തം തന്നെയാണ്, അമിതവ്യയമാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോ ഒരു മധ്യമ നിലപാട്, ഒരു മിതത്വത്തിന്റെ നിലപാട് ഇതില് ഇബാദുർ റഹ്മാൻ പ്രാക്ടീസ് ചെയ്യും, ശീലിക്കും എന്നാണ് ഇവിടെ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫുർഖാനിലെ 65-ാമത്തെ ആയത്ത് മുതൽ 67-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇബാദുർ റഹ്മാന്റെ, അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട അവന്റെ ദാസന്മാരുടെ ജീവിത ശൈലിയില് ഒന്ന്, അവര് നിരന്തരമായിട്ട് നരകശിക്ഷയിൽ നിന്ന് മുക്തരാകാൻ വേണ്ടി, അത് തങ്ങളിൽ നിന്ന് തിരിച്ചുവിടാൻ വേണ്ടി കൊതിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നതാണ്. മറ്റൊന്ന്, അവര് ധനം ചെലവഴിക്കുമ്പോൾ, സമ്പത്ത് ചെലവഴിക്കുമ്പോൾ അതില് ധാരാളിത്തം കാണിക്കുകയോ അതല്ലെങ്കിൽ പിശുക്ക് കാണിക്കുകയോ ചെയ്യുന്നവരാവില്ല. പിശുക്ക് ഒരു നല്ല ഗുണമൊന്നുമല്ല, മിതത്വം നല്ല ഗുണമാണ്, ശ്രദ്ധയും ഉത്തരവാദിത്വ ബോധവും നല്ല ഗുണമാണ്. എന്നാൽ ധാരാളിത്തവും പിശുക്കും പൈശാചികമായ ഗുണങ്ങളുമാണ്. ഇതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിനിടയില് ഒരു മാർഗം അവർ കണ്ടെത്തും എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മിൻ ഫിഖ്ഹി റജുലി ഖസ്ദുഹു ഫീ മഈശതിഹി എന്നാണ്. ഒരാളുടെ, ഒരു ജ്ഞാനിയുടെ ലക്ഷണമായിട്ട് കാണാൻ കഴിയുന്ന ഒരു സംഗതി അവന്റെ ജീവിതത്തിൽ അവൻ കാണിക്കുന്ന മിതത്വമാണ് എന്നതാണ്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം കാണിക്കുന്നത് അയാൾ അറിവുള്ളവനാണ്, ജ്ഞാനമുള്ളവനാണ് എന്നതിന്റെ ലക്ഷണമാണ് എന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിവരിച്ചത് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ.
വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.